മനസ്സിലായില്ല. എന്റെ ഒപ്പം വാ, എല്ലാം മനസ്സിലാക്കി തരാം. മാഡം വെറുതെ വാടി ഇങ്ങോട്ട്. എന്താ മമ്മി ഇങ്ങനെ? എസ് ഐ അല്ലേ വിളിക്കുന്നേ? മോളൊപ്പം ചെല്ല്. എന്താന്നറിയാലോ, ഞാൻ പുറകെ വരാം. ചെല്ല്. വാടി ഇങ്ങോട്ട്. ശ്യാമേ, എന്താ ഇതൊക്കെ? എന്റെ കൃഷ്ണ എന്ത് ചെയ്യുമെന്ന് അവരെന്നെ വെല്ലുവിളിച്ചതല്ലേ? കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് ശ്യാമയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ഐശ്വര്യടുത്തി അറിയട്ടെ. ഞാൻ ഇപ്പൊ വരാമേ. അതെ, എന്തിനാ ഈ പുതിയ ഡ്രസ് ഇടുന്നേ? ഇതൊരു റെഗുലർ ചെക്കപ്പ് അല്ലേ? അല്ല ശ്യാമേ, ഇതെന്റെ പുതിയ ഡ്രസ് അല്ല. ഇതെനിക്ക് ഇഷ്ടമുള്ള കളറാ. ഞാനിത് പല പ്രാവശ്യം ഇട്ടിട്ടുള്ളതാ. സീരിയസ് ആയിട്ട് പറയുന്നതാണോ? പക്ഷേ ഈ ഡ്രസ് ഇപ്പോഴും പുതിയതായിട്ട് തന്നെ ഇരിക്കുന്നല്ലോ. നല്ല തിളക്കമുണ്ട്. അതെ, ഡ്രസ് ഇങ്ങനെ എപ്പോഴും പുതിയതായിട്ട് തോന്നിക്കുന്ന രഹസ്യം എനിക്കൂടെ പറഞ്ഞുതരോ? അതാണ് മാജിക്. ആ, മാജിക്കോ? ആ, ഇത് കണ്ടോ, ഞാൻ വാഷിംഗ് മെഷീനില് പുതിയ സൺലൈറ്റ് മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഉപയോഗിക്കാൻ തുടങ്ങി. അല്ല, എപ്പോഴും വാഷിംഗ് മെഷീനിലെ തുണി കഴുകിയാ ഇതിന്റെ നിറവും തിളക്കവും ഒക്കെ പോവില്ലേ? അങ്ങനെ സംഭവിക്കാതിരിക്കാനാണല്ലോ നമ്മൾ സൺലൈറ്റ് മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഉപയോഗിക്കുന്നത്. ഓ, കാരണം ഇതിലെ 100 നിറങ്ങളുടെ തെളിച്ചം നിലനിർത്താൻ സഹായിക്കുന്ന ആന്റി ഫെയ്ഡിംഗ് ഫോമുലയുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ വസ്ത്രങ്ങളും എപ്പോഴും പുതിയതുപോലെയും തിളക്കമുള്ളതായിട്ടും ഇരിക്കും. കൊള്ളാലോ ഇത്. ഒരിക്കലിത് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട നിറങ്ങൾ പുതിയതുപോലെ തിളങ്ങുമ്പോ നിങ്ങൾക്കും വ്യത്യാസം കാണാനാവും. ഇറങ്ങ, ഇറങ്ങാൻ. നടക്ക്. ഇവിടെ എന്തിനാ കൊണ്ടുവന്നേ? കണ്ടില്ലേ രജിസ്റ്റർ ഓഫീസ്? ഇവിടുന്ന പ്രമാണം രജിസ്റ്റർ ചെയ്തല്ലേ? ആര് പറഞ്ഞു? ഈ ഓഫീസ് അല്ല. അല്ലേ? ഉറപ്പായിട്ടും അല്ല. പിന്നെ പോലീസ് സ്റ്റേഷനിലാ ശ്യാമ പ്രമാണം ഒപ്പിട്ടത്? അല്ല, ഇത് മറ്റൊരു രജിസ്റ്റർ ഓഫീസാ. വെറുതെ കള്ളം പറയരുത്. സത്യാ പറയുന്നേ. സാറേ, ഇവിടെ 2 ദിവസം മുൻപ് ശ്യാമ ഐശ്വര്യയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്തോ? ഏത് ശ്യാമ? ഗായിക ശ്യാമ. ഗായിക ശ്യാമ അറിയാം. അക്ഷയുടെ ശ്യാമ വന്നിട്ടുമില്ല, അങ്ങനെ ഒരു പ്രമാണം നടന്നിട്ടുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതല്ല സ്ഥലം. അപ്പുറത്ത് മറ്റൊരു രജിസ്റ്റർ ഓഫീസാ. അപ്പുറത്ത് മറ്റൊരു രജിസ്റ്റർ ഓഫീസോ? ഇവിടെ അടുത്തൊന്നും മറ്റൊരു രജിസ്റ്റർ ഓഫീസ് ഇല്ല. അത് അനുവദിക്കുകയില്ല. മാഡം, ഇയാള് കള്ളം പറയാണ്. കുറച്ചപ്പുറത്ത് ആ ബാങ്കിനടുത്ത് ഒരു രജിസ്റ്റർ ഓഫീസ് ഉണ്ട്.
താൻ എന്താ കളിയാക്കി ചിരിക്കുന്നേ? മാഡം വാ, ഞാനത് കാണിച്ചു തരാം. മാഡം വാ മാഡം, ഇവിടെ തൊട്ടടുത്താ. പോ. മാഡം ഇത് തന്നെയാ, ഇതാണ് ഇവിടുത്തെ രജിസ്ട്രാർ ഓഫീസ്. വാ മാഡം. മാഡം ശരിക്കും ഇവിടെയായിരുന്നു രജിസ്റ്റർ ഓഫീസ്. ദാ ഇവിടെ ഈ ബിൽഡിംഗിൽ തന്നെ, സംശയമില്ല. ദാ ഇവിടെ രജിസ്ട്രാർ ഇരുന്നത്. ശ്യാമ എഗ്രിമെന്റ് സൈൻ ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. ഇതിപ്പോ എന്താ പറ്റിയത് മനസ്സിലാവുന്നില്ല. അവരൊക്കെ എവിടെ പോയി? ഞങ്ങളോടാണോ അത് ചോദിക്കുന്നേ? മാഡം, ഈ ബിൽഡിംഗ് 5-6 വർഷമായി ആരും ഉപയോഗിക്കാതെ കിടക്കുകയാണ്. കള്ളം പറയരുത്, ഇത് തന്നെയായിരുന്നു സ്ഥലം. മതി മതി, ബാക്കിയൊക്കെ സ്റ്റേഷനിൽ പോയിട്ട്. മാഡം ഒന്ന് വിശ്വസിക്ക്, ഞാൻ പറയുന്നത് വിശ്വസിക്ക്. വായടച്ചു വെക്ക്. ഇനി കൂടുതൽ സംസാരിച്ചാ നിന്നെ കൊണ്ടുപോകുന്നതേ മെന്റൽ ഹോസ്പിറ്റലിലേക്കായിരിക്കും. അയ്യോ മാഡം, ഞാൻ ഐശ്വര്യ മാഡം ആകെ ഉടായിപ്പാണല്ലോ. മാഡം എന്താ ആലോചിക്കുന്നേ? പിടിച്ച് വണ്ടി കയറ്റ. ഛേ, വിട്. നടക്കാനല്ലേ പറഞ്ഞേ? എന്താ പറയാ? ഞങ്ങൾ എപ്പോഴേ വീട് വിട്ടു പോയേനെ. നീ എന്തിനാ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നേ? അമ്മ കുറച്ച് സമയം കൂടി ക്ഷമിക്കണം. ഒരു കാര്യമുണ്ട്, അപ്പൊ അറിയാം. SI വിളിക്കാം. ഞാൻ ഫോൺ ലൗഡ് സ്പീക്കറിലിടാം, കേട്ടോ? ഹലോ മാഡം, പറയണം. ശ്യാമയുടെ പരാതി അന്വേഷിച്ചു. ഐശ്വര്യ കള്ളപ്രമാണം ഉണ്ടാക്കി എല്ലാവരെയും പറ്റിച്ചതാ. എന്താ? രജിസ്റ്റർ ഓഫീസിൽ അങ്ങനൊരു പ്രമാണം രജിസ്ട്രേഷനെ നടന്നിട്ടില്ല. എന്തായാലും കേസ് അന്വേഷിച്ച് സത്യാവസ്ഥ ബോധ്യപ്പെട്ടല്ലോ. താങ്ക് യു മാഡം. ഐശ്വര്യയും സുരഭിയും എന്റെ കസ്റ്റഡിയിലാ. ഇനി അടുത്തൊന്നും പുറത്തിറങ്ങില്ല. കോടികളുടെ സ്വത്ത് കൈക്കലാക്കാൻ ശ്രമം. ചീറ്റിംഗ് കേസാ. താങ്ക് യു മാഡം. ശ്യാമേ, ഞങ്ങൾക്ക് ഈ നടന്നൊന്നും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്താ ശ്യാമേ ഇതൊക്കെ? ഐശ്വര്യ എടുത്ത എല്ലാ കാര്യത്തിനും വളഞ്ഞ വഴിയല്ലേ കാണുന്നത്. ഞാനും കുറച്ച് വളഞ്ഞ വഴി തന്നെ നോക്കി. അല്ലാതെ നേരായ രീതിയിൽ ഐശ്വര്യയുടെ മുമ്പിൽ പറ്റില്ലാന്ന് തോന്നി. സ്വത്ത് കൊടുക്കാന്ന് ഞാൻ സമ്മതിച്ചു.
ഒരു രജിസ്റ്റർ ഓഫീസിൽ ചിലരുടെ സഹായത്തോടെ ഞാൻ സെറ്റ് ചെയ്തു. അല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കണ്ടില്ല. അത് യഥാർത്ഥ രജിസ്റ്റർ ഓഫീസാണെന്ന് ഐശ്വര്യടുത്ത് തെറ്റിദ്ധരിച്ചു. ദൈവമേ, അവിടെ ഞാൻ ഏർപ്പാടാക്കിയ രജിസ്ട്രാർ എന്ന് തോന്നുന്ന ആളുടെ മുന്നിൽ വെച്ച് ഞാൻ എഗ്രിമെന്റ് സൈൻ ചെയ്തു. ഇപ്പൊ പോലീസ് ഐശ്വര്യടുത്തായിട്ട് അവിടെ എത്തി. ഇപ്പോ അത് വെറൊരു ഒഴിഞ്ഞ കെട്ടിടം മാത്രം. ഇതൊരു അത്ഭുതമായിട്ടുണ്ടല്ലോ ശ്യാമേ. അവരെന്റെ കണ്ണനെ വെല്ലുവിളിച്ചതല്ലേ. അപ്പൊ അമ്മയും മോളും സ്റ്റേഷനിൽ കിടന്ന് അനുഭവിക്കട്ടെ. പിന്നെ ആദ്യേട്ടാ, നമ്മുടെ ഓഫീസില് ഐശ്വര്യടുത്ത് പിരിച്ചുവിട്ട സ്റ്റാഫിനോടൊക്കെ ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ അവർ ജോലിക്ക് വന്നു തുടങ്ങും. മോളെ, ഞങ്ങളെ ആകെ കൺഫ്യൂഷനിലാക്കി മോള്. ഞാനും വെറുതെ ശ്യാമയെ സംശയിച്ചു. ഏട്ടാ, സ്വന്തം ഏട്ടനാവുമ്പോ ഏതനുജത്തെയും ക്ഷമിക്കണം. സാരമില്ല ഏട്ടാ. അമ്മേ, ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. ഇതിപ്പോഴും അമ്മയുടെ അച്ഛൻ്റെ വീട് തന്നെയാണ്. അമ്മേ, അമ്മ കരയാണോ? അയ്യോ അമ്മ, എന്താ ഇത്? കരയല്ലേ? എന്റെ മോളെ എല്ലാവരുടെയും നല്ലതിനു വേണ്ടി ചെയ്തിട്ടും ഞാൻ എന്റെ മോളെ തെറ്റിദ്ധരിച്ചു. സോറി മോളെ, സോറി. അമ്മേ, അമ്മ എന്നോട് മാപ്പ് പറയോ? അത് പാടില്ല. അമ്മ കണ്ണുടച്ചേ. ഇന്ന് സന്തോഷമുള്ള ദിവസം. അരുണേട്ടനും അശ്വതി ചേച്ചിക്കും എല്ലാവർക്കും ഏറ്റവും സന്തോഷമുള്ള ദിവസം. അമ്മ കരയരുത്. നീ ഈ കുടുംബത്തിന്റെ നന്മയാ മോളെ. എന്റെ കണ്ണ, ഞാൻ നിന്നോട് എങ്ങനെയാ നന്ദി പറയാ? നീ എല്ലാം ശുഭമാക്കി തന്നല്ലോ കൃഷ്ണ. na
അമ്മേ, അമൃത, അതെ അശ്വതിയുടെ കയ്യിലേക്ക് കൊടുക്ക്. അയ്യോ അമ്മ, അവള് തന്നെ എല്ലാവർക്കും മധുരം കൊടുക്കട്ടെ. അത്രയ്ക്ക് സന്തോഷമുള്ള ദിവസമല്ലേ ഇന്ന്. അവിടെ നോക്കൊന്നും വേണ്ട, മധുരം കൊടുക്ക്. ശ്യാമേ, ആദ്യം ശ്യാമയ്ക്ക്. ഏയ് എനിക്കല്ല, ആദ്യം അച്ഛനും അമ്മയ്ക്കും കൊടുക്കണം. അല്ല, ശ്യാമയ്ക്ക് തന്നെ കൊടുക്കണം. കൊടുക്കുമോളെ. ദാ കഴിക്ക്. വാങ്ങു മോളെ. വാങ്ങിക്കോ. ഈ വീട്ടിലെ എല്ലാവർക്കും ഏറ്റവും വലിയ സന്തോഷം തന്നതിന് കഴിക്കും മോളെ. അശ്വതി, എന്തായി നോക്കി നിൽക്കുന്നേ? ദേ ചെന്ന് എല്ലാവർക്കും മധുരം കൊടുത്തേ. ദേ ചേച്ചി. ദേ ഇവിടെ മുത്തശ്ശിക്കും കൊച്ചും അല്ലേ? താങ്ക് യു. ഞാൻ കഴിക്കും. കൊള്ളാം മോളെ. ആ അതെ, ആ പ്ലേറ്റും കൊടുത്തേ. കൊടുക്ക് മോളെ. ഇതാ ഞാൻ വെച്ചോളാം. എന്നിട്ട് ദേ അവിടെ ചെന്ന് നിൽക്ക്. നിന്നോടാ പറഞ്ഞേ, ദോ അവന്റെ അടുത്ത് പോയി നിൽക്ക്. ചേച്ചി വന്നേ, ഇങ്ങ് വാ. അവിടെ നിന്നാ പറ്റത്തില്ല, ഇങ്ങ് വന്നേ. വാ, വരാൻ. ദേ, നിക്ക്. ഇനി ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തില് അരുണിന്റെ അശ്വതിയുടെയും വിവാഹം. എന്തു പറയുന്നു? കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ച് വേണോ അതോ ക്ഷേത്രത്തിൽ വെച്ച് വേണോ? എവിടെയായാലും ഫുൾ ചുമതല ഞാനും ആക്കി കയറ്റു, അല്ലടാ? അത് നല്ലതാ. വിവാഹം ഗ്രാൻഡ് ആവും, സമ്മതിച്ചു. മുത്തശ്ശി, അപ്പൊ അരുണങ്ങളുടെ അമ്മയുടെ വിവാഹം ഫിക്സ് ചെയ്തു അല്ലേ? ആ, മോള് ഹാപ്പിയല്ലേ? പിന്നെ എനിക്ക് എന്ത് സന്തോഷാന്നോ. മുത്തശ്ശി എനിക്കൊരു വാക്ക് തന്നിരുന്നു, മറന്നുപോയോ? എന്ത്? വിവാഹം ഫിക്സ് ചെയ്താ അരുണങ്കളുടെ അച്ഛാന്ന് വിളിക്കാൻ എന്നെ സമ്മതിക്കാന്നാ മുത്തശ്ശി പറഞ്ഞിരുന്നേ. അങ്ങനെ ഞാൻ പറഞ്ഞോ? പറഞ്ഞു. ആ, ഞാൻ അരുണങ്കളുടെ അച്ഛാന്ന് വിളിച്ചാട്ടെ. എന്റെ മോൻ അരുൺ ശ്രീകുട്ടിമോളുടെ അച്ഛനാ. മുത്തശ്ശി എന്താ പറഞ്ഞേ? അരുണങ്ങൾ എന്റെ അച്ഛനാണെന്നോ? ശരിക്കും എന്റെ അച്ഛനാ? അതെ മോളെ, ശ്രീകുട്ടിമോളുടെ അച്ഛൻ ഇതാ. സത്യാണോ? എന്റെ അച്ഛനാണോ? മോള് അച്ഛനാ, ഞാനാ മോളുടെ അച്ഛൻ.
ശ്രീകുട്ടി ശ്രീകുട്ടി ഞാനാ നിന്റെ അച്ഛൻ. നീ എൻ്റെ മോളാ. മോള് അച്ഛാന്നൊന്ന് വിളിക്കും മോളെ. വിളിക്കും മോളെ. അച്ഛാ ഞാനാ നിന്റെ അച്ഛൻ. നീ എൻ്റെ മോളാ.